I think that's a very simplistic way of looking at it. This is not such a simple problem. It is a very complex problem, and there's no ready-made solution for this problem. It's a problem for which all of us have to work together. The center has to work, state has to work, all of us, people's representatives have to work, and we have to provide safety for people. I will not initiate for law change. കടുവ, പുലി ഇവയൊക്കെ നാട്ടിലിറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ വേണ്ടത് ഒരു 6-അംഗ സമിതി രൂപീകരിക്കലാണ്. പുലി നാട്ടിലിറങ്ങിയാൽ ഈ 6-അംഗ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ്. ഇപ്പൊ ഈ കമ്മിറ്റി കഴിയുന്നതുവരെ പുലി ആ സ്ഥലത്ത് നമ്മുടെ നിയമത്തിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറയുണ്ടായി, ഞാനുള്ള കാലത്തും ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്തും ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് സാധാരണ എല്ലാ കാലത്തും ഉണ്ടാകാറുള്ളതാണ്. അതിന് കാര്യമായ അല്ല, എല്ലാ കാലത്തും അതെന്താ തെറ്റെന്താ പറഞ്ഞതിൽ എന്താ തെറ്റ്? അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞത്? ഒന്നും ചെയ്യാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. പിണറായി സർക്കാരിനെ പഴിക്കാൻ മലയോര സംരക്ഷണ ജാഥയുമായി ഇറങ്ങിയ പ്രതിപക്ഷ നേതാവിന് തുടക്കത്തിലെ പാളി. മലയോരത്തെ വന്യമൃഗശല്യം തടയാൻ പലതും ചെയ്തു പരാജയപ്പെട്ടത് ജാഥയുടെ ഉദ്ഘാടന വേദിയിൽ തന്നെ തുറന്നു പറഞ്ഞത് മുൻ വനം മന്ത്രി കൂടിയായ KPCC പ്രസിഡന്റ് K. സുധാകരനാണ്. ഒരു കാര്യം വ്യക്തം, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ നടപ്പാക്കിയ 1972 കേന്ദ്ര വന നിയമത്തിൽ വരുത്തേണ്ട ഭേദഗതിയാണ് ശാശ്വത പരിഹാരം. അത് തുറന്നു പറയാതെയും അതിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത നിലപാട് എടുക്കാതെയുമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ മലയോര യാത്ര. ഇതിനിടെയാണ് വയനാട് MP പ്രിയങ്ക ഗാന്ധി മാസങ്ങൾക്കു ശേഷം ഇന്ന് മണ്ഡലത്തിലെത്തിയപ്പോൾ ചിലതു പറഞ്ഞത്. അവർ പറഞ്ഞ കാര്യം കേരളത്തിൻ്റെ മലയോര ജനതയ്ക്ക് ആശ്വാസം പകരുന്നില്ല എന്നും മാത്രമല്ല ദോഷകരവുമാണ്. ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ 72 നിയമത്തിലെ ഭേദഗതിക്ക് വേണ്ടി പാർലമെന്റിൽ ഇടപെടില്ല എന്ന നിലപാട് പ്രിയങ്ക വ്യക്തമായി പറഞ്ഞു വെച്ചു. കേരളത്തിന് വേണ്ടത് 72 നിയമത്തിൽ വരുത്തേണ്ട ഭേദഗതിയാണ്. മലയോര ജനതയ്ക്ക് ദോഷകരമായ നിലപാട് വയനാട് MP തന്നെ സ്വീകരിക്കുമ്പോൾ VD സതീശൻ എങ്ങനെയാണ് മലയോര സംരക്ഷണ നിലപാടാണ് കോൺഗ്രസിനെന്ന് ജനങ്ങളോട് പറയുക? അടവുകൾ പാളുന്ന പ്രതിപക്ഷ നേതാവിനെ തുറന്നു കാട്ടുന്നതായി മാറിയോ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ പ്രഖ്യാപനം? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് M. പ്രകാശൻ മാസ്റ്റർ CPIM, അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസ്, ലാൽകുമാർ, അഡ്വക്കേറ്റ് ലാൽകുമാർ ഇടത് നിരീക്ഷകൻ. അനിൽ ബോസ് തയ്യാറായി വരുന്നതേ ഉള്ളൂ ചർച്ചയിലേക്ക്. അത് ഞാൻ ശ്രീ പ്രകാശൻ മാസ്റ്ററിൽ നിന്ന് ചർച്ച ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇവിടെ ഈ മലയോര പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ ജാഥ, മലയോര സംരക്ഷണ ജാഥയാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. ഇപ്പുറത്ത് സംസ്ഥാന സർക്കാർ അടിസ്ഥാനപരമായി 1972 കേന്ദ്ര നിയമത്തിൽ കൃത്യമായ ഭേദഗതി വരുത്തേണ്ടതുണ്ട്, നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ രണ്ടഭിപ്രായം കേരളത്തിനില്ല. അടിസ്ഥാനപരമായ പ്രശ്നം ആ നിയമത്തിൽ വരുത്തേണ്ട ഭേദഗതിയാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയിൽ ഇപ്പോൾ ആശങ്കപ്പെട്ട് നിൽക്കുന്ന വന്യമൃഗങ്ങളുടെ വലിയ കടന്നാക്രമണം വരുന്ന ഒരു സാഹചര്യത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അവരിലുണ്ടാകുന്ന ആശങ്ക, അവരുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന വലിയ അനിശ്ചിതത്വം, ഭീഷണി, ഇത് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ഫോക്കസ് ആയിട്ടാണ് ആ മലയോര സംരക്ഷണ ജാഥ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കുറേ കാലങ്ങൾക്ക് ശേഷം വയനാട് MP മണ്ഡലത്തിൽ എത്തിയത്. ഇന്ന് അവരവിടെ സംസാരിച്ചതിൽ പറഞ്ഞ വളരെ വ്യക്തമായൊരു വാചകം, ആ നിയമത്തിലെ മാറ്റത്തിന് വേണ്ടിയാവില്ല താൻ നിൽക്കുന്നത്, പകരം ജനങ്ങളുടെ ആശങ്ക മാറണം, അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണം, കൂടുതൽ ഫണ്ടുകൾ ലഭിക്കണം, CSR ഫണ്ടുകളടക്കം കമ്പനികളുടെ ലാഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലഭിക്കുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന കമ്പനികളുടെ CSR ഫണ്ടടക്കം ലഭിക്കുന്നതിന് വേണ്ടി, കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ഫണ്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ആ നിലയ്ക്കായിരിക്കും MP എന്ന നിലയിൽ പാർലമെൻറ്റിൽ നിൽക്കുക. അതേസമയം ഈ നിയമത്തിലെ മാറ്റത്തിന് വേണ്ടി, ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ആ നിയമത്തിലെ മാറ്റത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കില്ല എന്ന് ഒരു സംശയവുമില്ലാതെ അവർ പറഞ്ഞു വെച്ചു. പ്രതിപക്ഷ നേതാവിന് എങ്ങനെയാണ് ഈ യാത്രയിലൂടെ ജനങ്ങളോട് നിലപാട് വിശദീകരിക്കാനാവുക? താങ്കൾക്ക് എന്താണ് അഭിപ്രായം? കോൺഗ്രസിനകത്ത് ആരാണ് ഏറ്റവും വലിയ നേതാവ് എന്നതിനെ സംബന്ധിക്കുന്ന വലിയ തർക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആര് ഭാവി മുഖ്യമന്ത്രിയാവണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ചർച്ച
യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ്. ആ ചർച്ച നടത്താൻ വേണ്ടി പാടില്ല എന്നെല്ലാമുള്ള വലിയ ചർച്ചകൾ കോൺഗ്രസിനകത്ത് തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രശ്നം യഥാർത്ഥ നേതാവ് ഞാനാണ് എന്ന് സ്ഥാപിക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവിനേക്കാൾ മികച്ചതാണ് എൻ്റെ പെർഫോമൻസ് എന്നും അതുപോലെ KPCC അധ്യക്ഷനേക്കാൾ മികവുറ്റ നേതാവ് ഞാനാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് അദ്ദേഹം കുറച്ച് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് രാഷ്ട്രീയ കേരളം കൃത്യമായി തിരിച്ചറിയാൻ യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മലയോര ജാഥ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണല്ലോ കേന്ദ്ര വനം നിയമത്തിനകത്ത് മാറ്റമുണ്ടാക്കണം, വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റമുണ്ടാക്കണം, അതുപോലെ തന്നെ ഈ വന്യജീവികളെ കൊല്ലുന്നതിനാവശ്യമായ നിലക്കുള്ള നടപടിക്രമങ്ങൾ അത് ലഘൂകരിക്കണം എന്ന പ്രമേയം ഐകണ്ഠ്യേന കേരളത്തിലെ നിയമസഭ അംഗീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൂടി പിൻബലത്തോടെയാണ്. എന്നു മാത്രമല്ല, ഇത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ളൊരു കാര്യമല്ല. ഇപ്പം 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിൽ അതിൽ ഔദ്യോഗികമായിട്ട് കണക്കിലുണ്ടല്ലോ 604 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. LDFിൻ്റെ ഗവൺമെൻറ് വന്നിട്ടുള്ള ആദ്യത്തെ 5 കൊല്ലക്കാലം, സഖാ പിണറായി വിജയൻ്റെ ആദ്യത്തെ 5 കൊല്ലക്കാലവും ഇപ്പോഴത്തെ 3.5 വർഷക്കാലമുള്ള എണ്ണം പരിശോധിക്കുമ്പോൾ ആ ഒരു നിലയിലേക്ക് എണ്ണം എത്തുന്നില്ല. 604 ഉണ്ടായിരുന്നത് ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലമുള്ള 16 മുതൽ 21 വരെയുള്ള കാലത്ത് കേരളത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യർ 500 ആണ്. ഇപ്പോഴാവട്ടെ 419 എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഒടുവിലത്തെ കണക്ക്, ഔദ്യോഗികമായിട്ട് കണക്കുകളാണ്. അപ്പോൾ വന്യജീവികൾ ആളുകളെ കൊല്ലുന്നു എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നം എന്നുള്ള നിലക്ക് ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ വെച്ചുകൊണ്ടല്ല തീർക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് തടയാൻ വേണ്ടി കഴിയാത്തത്? ഇത് തടയാൻ കഴിയാത്തതിന് പ്രധാനപ്പെട്ട കാരണം 72 ശ്രീമതി ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ആ ആക്ടിൻ്റെ പേര് ഒരുപാട് ഭേദഗതികൾ വന്നു. ഏറ്റവും ഒടുവിലത്തെ ഭേദഗതി വന്നത് 2023 ആ ഭേദഗതിയോടെ യഥാർത്ഥത്തിൽ കൃഷിക്കാരൻ്റെ ജീവിതം കുറേ കൂടി പ്രയാസകരമാവുന്ന, മനുഷ്യജീവന് യാതൊരു വിലയുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന, മനുഷ്യജീവനേക്കാൾ എത്രയോ വലുതാണ് വന്യജീവികളുടെ ജീവൻ എന്ന് പ്രഖ്യാപിക്കുന്ന ഒന്നായിട്ടാണല്ലോ അതിൽ പിന്നെ ഈ വന്യജീവികളെ കൊന്നാലുള്ള അതിൻ്റെ ഫൈന് കൂട്ടി, തടവിൻ്റെ കാലം കൂട്ടി, അതുപോലെ തന്നെ നടപടിക്രമങ്ങൾ കുറേ കൂടി ശക്തമാക്കി. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ആ നിയമത്തിൻ്റെ ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2B അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ജീവികളെയും കൊല്ലാൻ ആർക്കും അധികാരമില്ല. എന്തിന്? മുറിപ്പെടുത്താൻ വേണ്ടി പോലും അധികാരമില്ല. ഇപ്പം നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇവിടെ ഇത്തരം ജീവികളെ എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് സംബന്ധിച്ച് വ്യക്തമായ നിലക്കുള്ള പ്രൊസീജിയർ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ. ആ പ്രൊസീജിയർ അനുസരിച്ച് ആർക്കാണ് 30/1/23 ആ പ്രൊസീജിയർ. ഒരു കടുവയെ കൊല്ലണമെങ്കിൽ എന്താണ് പ്രൊസീജിയർ നിശ്ചയിച്ച് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിൽ പറയുന്നു ആദ്യം 6 അംഗ സമിതി രൂപീകരിക്കണം, പിന്നീട് ക്യാമറ വെച്ച് പരിശോധിക്കണം, ആർക്കെങ്കിലും പരിക്കേറ്റെങ്കിൽ പരിക്കിൻ്റെ വിശദാംശം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വിലയിരുത്തണം. ഇത് ഉറപ്പായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാതിലുള്ള കെടി വെക്കണം, ഇതിനെതിരെ ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കണം, വന്യമൃഗത്തിൻ്റെ ചലനം മനസ്സിലാക്കണം, അതിനു വേണ്ടിയിട്ട് പ്രഷർ ഇംപ്രഷൻ പാഡ് അത് സ്ഥാപിക്കണം, 144 പ്രഖ്യാപിക്കണം ആ സ്ഥലത്ത്. തുടർച്ചയായിട്ട് കെണി പരാജയപ്പെട്ടാൽ മാത്രമേ മയക്കുവടി വെക്കാൻ അധികാരമുള്ളൂ. അത് മയക്കുവടിയാണ്. മയക്കുവടി വെച്ച് കിട്ടുന്ന പിന്നെ ജീവിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അതിനെ വനത്തിലേക്ക് തിരിച്ചുവിടാം, അല്ലെങ്കിൽ മൃഗാശുപത്രിയിൽ കൊണ്ടുപോകണം. സ്ഥിരമായിട്ട് മനുഷ്യന്റെ മരണത്തിന് കാരണമാകുന്ന കടുവയെ കൊല്ലണമെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥയാണല്ലോ നിയമത്തിനകത്തുള്ളത്. വ്യവസ്ഥ ഇപ്പോൾ അതിലെ പ്രൊവിസോ ഞാൻ വായിക്കാം. ആ പ്രൊവിസോ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇത്തരം ഒരു ജീവിയെ നേരിട്ട് കൊല്ലാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. ആ ജീവി ഒരു കാരണവശാലും അതിനെ അവിടെ നിന്ന് ശാന്തനാക്കാനോ അല്ലെങ്കിൽ അതിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ അതുപോലെ തന്നെ അവിടെ നിന്ന് അതിനെ പറഞ്ഞേക്കാനോ ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് അവിടെയുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡർ ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇതിനെ കൊല്ലാൻ ഉത്തരവിടാൻ വേണ്ടി പറ്റൂ. ഇപ്പം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ കൊല്ലമാണല്ലോ 13 പേരെ ഒരു കടുവ കൊന്നു. 13ാമത്തെ ആളെ 60% കടിച്ചു കീറി പൂർണ്ണമായിട്ടും അത് പിന്നെ ഇറച്ചി തന്നെ കഴിച്ചു. അങ്ങനെയാണ് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കേസിലാണ്. ബോംബെ ഹൈക്കോടതി അയാൾക്കെതിരെ കേസ് നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് തങ്ങളെ ആക്രമിക്കുന്ന വന്യജീവികളെ കൊല്ലാൻ ആർക്കും അധികാരമില്ല, മുറിപ്പെടുത്താൻ വേണ്ടി പോലും അധികാരമില്ല. ഈ നിയമം മാറ്റാതെ ഈ പ്രശ്നം പരിഹരിക്കാനാവില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ സതീശൻ നടത്തുന്ന ജാഥയിൽ ഈ കാര്യം പറയുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്താകെ തന്നെ ഈ ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമാണ് സ്ഥാപിക്കാൻ വേണ്ടിയല്ലേ അദ്ദേഹത്തിന്റെ നീക്കം. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് മരിച്ച ആളുകളെ സംബന്ധിച്ചത് ഇപ്പോഴും മരിച്ചത് വളരെ പ്രയാസകരം തന്നെ. മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്, അത് ആർക്കും തിരിച്ചു കൊടുക്കാനാവില്ല. ആ ആളുകളുടെ വികാരത്തെ എങ്ങനെ രാഷ്ട്രീയമായിട്ട് തങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും? ഇതിനു വേണ്ടിയുള്ള ശ്രമം ഇത് ഒരു കാരണവശാലും കൃഷിക്കാരോടുള്ള മലയോര ജനതയോടുള്ള സ്നേഹമല്ല, മറിച്ച് തൻ്റെ
രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ഈ പ്രശ്നത്തെ ഉപയോഗിക്കുകയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അനിൽ ബോസിലേക്ക് വരികയാണ് ഞാൻ. അനിൽ ബോസിൻ്റെ അഭിപ്രായം കേൾക്കണം. അതിനു മുമ്പ് ഇന്ന് വയനാട്ടിൽ നടന്ന CPM-ൻ്റെ പരിപാടി മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തുകൊണ്ട് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അത് കേട്ടുകൊണ്ട് ഞാൻ അനിൽ ബോസിലേക്ക് വരാം. സംഘടനാ കൊലപാതകമാണ് കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യത്തെ സംഘടനാ കൊലപാതകം. മാസം ഒന്ന് പിന്നിട്ടിട്ട് എന്തേ ഇവിടുത്തെ ജനപ്രതിനിധിക്ക് ഒന്നിങ്ങോട്ട് വരണമെന്ന് തോന്നിയില്ല? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ഉറപ്പുവരുത്തുന്നതിന് ഊണുമുറക്കവും ഉപേക്ഷിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളല്ലേ NM വിജയൻ? ഈ ഒരു മാസത്തിനിടയിൽ ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വിമാനമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ദുരന്തം അറിഞ്ഞ ദിവസം അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ ഇതിനോടകം ഇവിടെ എത്താൻ സാധിച്ചേക്കും എന്ന് ചെല്ലു പറയുന്നത്. എന്തൊരു പാർലമെന്റ് മെമ്പറാണ്! മനുഷ്യപ്പറ്റില്ലാത്ത പാർലമെന്റ് അംഗമാണ് നിങ്ങൾ എന്ന് തന്നെ സാധാരണക്കാരായ മലയാളികൾ ഈ സംഭവത്തെ വിലയിരുത്തും. റൈറ്റ്. ഇതിപ്പോൾ NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ്റെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി സ്വരാജ് പറഞ്ഞ ഒരു ഭാഗമാണിത്. M. സ്വരാജിൻ്റെ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ്. പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ ആ പരാമർശമാണ് ഞാൻ എടുക്കുന്നത്. ഇതിന് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യപ്പറ്റില്ലാത്ത വയനാട്ടെ MP എന്ന് പ്രയോഗിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന് കുറച്ചുകൂടി വിപുലമായ തലം വരുന്നില്ലേ? ഈ വിഷയത്തിൽ താങ്കൾ അല്പം വൈകിയാണ് ഈ ചർച്ചയിലേക്ക് വന്നത്. തുടക്കത്തിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. അതായത് കേന്ദ്ര നിയമത്തിൽ കൃത്യമായ ഭേദഗതി വേണം എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് വേണമെന്ന് ശ്രീ പ്രകാശൻ മാസ്റ്റർ ഇവിടെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഓരോന്നും, ആ നിയമം എങ്ങനെ വലിയ കെടുതിയായി ഓരോ സംസ്ഥാനത്തിനും മാറുന്നു, കേരളം എങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് അക്കമിട്ട് നിരത്തി വെച്ചു. ആ നിയമത്തിൽ ഭേദഗതി എന്ന കേരളത്തിൻ്റെ മലയോര ജനതയുടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യത്തിന് ഒരു തരത്തിലും ഒപ്പം നിൽക്കില്ല എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞില്ലേ? പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ആ നിയമത്തിലെ മാറ്റത്തിന് വേണ്ടിയാവില്ല പാർലമെൻറ്റിൽ നിലകൊള്ളുക എന്നാണ് പറഞ്ഞത്. പകരം ഫണ്ട് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര ഫണ്ട് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനികളുടെ CSR ഫണ്ട് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലയിലുള്ള ഒരു ഫോക്കസിലാണ് ആ MP നിൽക്കുന്നത്. അതുമാത്രം പോരല്ലോ, ശാശ്വത പരിഹാരത്തിലേക്ക് ആ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് വയനാട്ടിൽ വെച്ച് വയനാട്ടിലെ MP പറയുമ്പോൾ M. സ്വരാജ് പറഞ്ഞതിനും അപ്പുറത്തേക്ക് അത് പോവില്ല. അതിൻ്റെ ഒരു തലം മനുഷ്യപ്പറ്റില്ലാത്ത മലയോര ജനതയ്ക്ക് അങ്ങേയറ്റം ആശങ്ക പകരുന്ന, ഒരാശ്വാസവും പകരാത്ത സമീപനമായി പോയില്ലേ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വെച്ച് ഇന്ന് പറഞ്ഞത്? അനിൽ ബോസ്, മറുഭാഗത്ത് മലയോര സംരക്ഷണ യാത്ര നടത്തുകയാണ് പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ സഖാക്കൾ പൊതുവെ സൈക്കോകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. അപ്പോൾ സ്വരാജിൻ്റെ സംസാരത്തിൽ തന്നെ അയാൾ പൂർണ്ണമായി സൈക്കോ ആയി. തൃപ്പൂണിത്തുറ തോറ്റപ്പോൾ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായി മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടായെന്ന് സംശയമാണ്. പണ്ടൊക്കെ വർത്തമാനം പറയുന്നതിൽ കുറച്ച് പഠിച്ചെങ്കിലും സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് അയാളുടെ വാക്കിന് പൊട്ടുചെവി എന്ന സമീപനം സ്വീകരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇന്ത്യൻ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. അതിന് ഒരു CPM-കാരൻ്റെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. വയനാടൻ ജനതയ്ക്കറിയാം, റിക്കാർഡ് ഭൂരിപക്ഷത്തിന് ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ അവരുടെ ജനപ്രതിനിധി എന്നാണ്, ചേർത്ത് പിടിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അതിനത്രയും മാത്രമാണ് ആ പരാമർശത്തിനുള്ള മറുപടിയായിട്ട് പറയുന്നത്. അതിനപ്പുറം ഞാൻ ഈ സഭ്യമായി പ്രേക്ഷകർ ഇരിക്കുന്നത് കൊണ്ട് അതിനപ്പുറമുള്ള ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു, ഏതാണ്ട് ഞങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1972 ഉണ്ടാക്കിയ നിയമം മൂലമാണ് ഈ കടുവകളും ആനകളും എല്ലാം വഴിയിലിറങ്ങി ആക്രമിക്കുന്നത്. ഈ കൊലപാതകത്തിനെല്ലാം ഉത്തരവാദി ഈ രാജ്യത്ത് അറുങ്കൊല ചെയ്യപ്പെട്ട മുൻ പ്രധാനമന്ത്രി. ആ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യത്തെ നിലനിർത്താൻ നിലപാടെടുത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഇന്ദിരാഗാന്ധിയാണ് ഇപ്പോൾ വയനാട്ടിൽ കടുവ ഇറങ്ങി, ആന ഇറങ്ങി, ഈ പറയുന്ന പന്നികളിറങ്ങി മുഴുവൻ ആക്രമണങ്ങൾ നടത്തുന്നതിന് ഇടയാക്കിയത് എന്നാണല്ലോ പറഞ്ഞു വരുന്നതിൻ്റെ ഭാഷ്യം. നല്ലതാണ്, ഇങ്ങനെ തന്നെ വേണം ചർച്ചയിൽ പങ്കെടുക്കാൻ, ഇങ്ങനെ തന്നെ വേണം പ്രസംഗിക്കാൻ. ഒരു രീതിയിലും ഇത് നന്നാവരുത്, തിരിച്ചറിവുണ്ടാകരുത്. തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലാതായി പോവും, മാർക്സിസ്റ്റുകാരല്ലാതായി പോവും. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. പിന്നെ ഒരു നിയമം ഒരു രാജ്യത്തുണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യം അടിസ്ഥാനപരമായി അത് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കാലത്തും ആ നിയമം അവസാന വാക്കല്ല. കാലോചിതമായ പരിഷ്കാരങ്ങൾ എല്ലാ നിയമങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്.
ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന 1972 വനം വന്യജീവി സംരക്ഷണ നിയമം അത് 93 പരിഷ്കരിച്ചിട്ടുണ്ടല്ലോ, 2002 പരിഷ്കരിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് പരിഷ്കരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദിത്തം പാർലമെൻറ്റിനാണ്. ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞ എന്താ? CPM-കാരുടെ കടുവ വന്ന് കൊന്നെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ BJP-കാരുടെ കടുവ വന്ന് കൊന്നെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞോ? എനിക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞെന്താ? പാർലമെൻറ്റിൽ ഈ വിഷയം വിവിധ ആംഗിളുകളിൽ നോക്കിക്കാണേണ്ട കാര്യമാണ്. അത് പാർലമെൻറ്റിൽ ഞാൻ ഒരംഗം എന്നുള്ള നിലയിൽ റേസ് ചെയ്യും. 543 ഒരാൾ മാത്രമാണ്. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് എടുത്താൽ 102 ഒരാൾ മാത്രമാണ്. അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയൊന്നും അല്ല അവിടെ വന്നത്, അവിടുത്തെ ഒരു പാർലമെൻറ്റ് അംഗമാണ്. 543 ഒരു പാർലമെൻറ്റ് അംഗമാണ് അവിടെ വന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ്. ഈ രാജ്യത്തെ ഏറ്റവും രാഷ്ട്രീയ പാരമ്പര്യമുള്ള കഴിഞ്ഞ 30-35 വർഷക്കാലമായി പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന നേതാവുമാണ്. അവർ പാർലമെൻറ്റിനകത്ത് ആ വിഷയം ഉയർത്തുമെന്ന് പറഞ്ഞതോടൊപ്പം പറഞ്ഞ വളരെ ഗൗരവമുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ അതിനിടപെടൽ നടത്തണം, അവരുമായി ഒത്തുചേർന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. ആ ഔചിത്യം പോലും മനസ്സിലാക്കാനുള്ള സാമാന്യ വിവേകം നിങ്ങൾക്കുണ്ടായോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിലവിൽ സംസാരിച്ച 2 പേർക്കും ഉണ്ടായോ? ഇല്ലല്ലോ. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു തരട്ടെ. എൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ്, നിങ്ങൾ ഇൻ്റർഫിയർ ചെയ്യരുത്. ഫസ്റ്റ് പോയിൻ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ചോദിക്കുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൽ 3ഓളം ആളുകൾ മരിച്ചല്ലോ, പോയൊന്ന് കണ്ടോ? കേരളത്തിൽ എത്രയോ ചരിത്രമുണ്ടായിട്ടുണ്ട്, എത്രയോ മരണങ്ങളുണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടായിട്ടുണ്ട്, മൃഗങ്ങളുടെ ആക്രമണത്താൽ മരണങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ അന്ന് 24 മണിക്കൂറിനെ ഓടിയെത്തുന്ന മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ, അതിൻ്റെ സമാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തിനാണ് വയനാട് വിജയിച്ചിട്ടില്ല കയറുന്നത്? അനിൽ ബോസ്, അവരാരും രണ്ടാമത് വിജയിച്ചിട്ടില്ലെന്നേ. പ്രതിപക്ഷ നേതാവ് പോലും ആകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, എൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്നെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടതിൽ ഒന്നാമത്തെ റെസ്പോൺസിബിൾ പേഴ്സൺ. സ്റ്റേറ്റിൻ്റെ ഒന്നാമത്തെ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അത് XOR വ്യക്തി ആരും എന്നുള്ളതല്ല പ്രശ്നം. ആ മുഖ്യമന്ത്രി അവിടെ പോയോ എന്ന് ചോദിക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. തൻ്റെ സ്വന്തം നിയോജക മണ്ഡലമായ ധർമ്മടത്ത് ഈ കാലയളവിൽ കഴിഞ്ഞ 6 മാസത്തിനോ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് ഈ മഹാൻ? പോയിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ, എത്ര ദിവസം പോയി? എല്ലാ ആഴ്ചയിലും പോയിട്ടുണ്ടോ? എല്ലാ മാസവും പോയിട്ടുണ്ടോ? ചുമ്മാ വിവരക്കേട് പറയരുത്. മനസ്സിലായില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, പ്രവർത്തനങ്ങൾ നടത്തണം. പല പ്രോഗ്രാമുകളും കട്ട് ചെയ്തവർ വന്നിട്ടുണ്ട്. ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവർ MP ആകുന്നതിന് മുമ്പുണ്ടായിരുന്നല്ലോ, മലയിടിച്ചിലുണ്ടായപ്പോൾ, ദുരന്തമുണ്ടായപ്പോൾ, ഏതിലാ ഇല്ലാഞ്ഞത്? വയനാട്ടുകാരെ MP ആകുന്നതിന് മുമ്പേ ചേർത്ത് പിടിച്ചല്ലോ, പിന്നല്ലേ MP ആയതിനു ശേഷം. അതുകൊണ്ട് അത് വേണ്ട. ഇത് CPM-കാർക്ക് പൊതുവെ മാനസിക നില നഷ്ടപ്പെട്ട് സൈക്കോകളായി സഖാക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. പലതും ഞാൻ അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. മനസ്സിലായി. അദ്ദേഹം മറുപടി പറയും. അനിൽബോസിലേക്ക് വരാം. ഈ പ്രധാന വാർത്തയിലേക്കൊന്ന് പോകണമെന്നുണ്ട്, അതിലേക്കൊന്ന് പോകണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ചർച്ചയിലേക്ക് മടങ്ങി വരികയും ചെയ്യാം. നമ്മളെല്ലാവരും ഈ വാർത്തകളിൽ ഏറ്റവും അധികം ശ്രദ്ധയോടെ ഇന്നും ഇന്നലെയുമായി ശ്രദ്ധയോടെ കാത്തിരുന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ പ്രതി പിടിക്കപ്പെട്ടോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു ചോദ്യമായിരുന്നു. അതാണിപ്പോൾ കാണുന്നത്. പ്രതിയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള ചെന്താമരയെ കണ്ടെത്തിയിരിക്കുന്നു. മാട്ടായിൽ കണ്ടെത്തി എന്നുള്ള വിവരമാണ് വരുന്നത്. നെന്മാറ സ്റ്റേഷന് 5 കിലോമീറ്റർ പരിധിക്കുള്ളിലുള്ള സ്ഥലമാണ്. റൈറ്റ്. കുട്ടികൾ കണ്ടു എന്നാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് തിരയുന്നു. ആലത്തൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് ഇടയിൽ തന്നെ പല ഭാഗത്തു നിന്നും വരുന്ന വിവരങ്ങളെയൊക്കെ പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരച്ചിലിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. നേരത്തെ പാലക്കാട്ട് കണ്ടു, അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിൽ കണ്ടു എന്ന തെറ്റായ വിവരങ്ങളുമൊക്കെ ലഭിച്ചിരുന്നു. പക്ഷേ അവിടെയുമൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന വിവരം കുറെ കൂടി വ്യക്തതയുള്ളതാണ് എന്ന് പൊതുവെ കരുതുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ
ചെന്താമരയാണോ എന്ന് ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ചോദിച്ചപ്പോൾ അയാൾ ഓടിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നു. ചുറ്റുവട്ടത്തെ CCTV ദൃശ്യങ്ങളുമൊക്കെ പോലീസ് തെരയുന്നു എന്നാണ് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. സച്ചിനാണ് അവിടെ അക്കാര്യങ്ങൾ നോക്കുന്നത്. ചെന്താമരയെ മാട്ടായിൽ കണ്ടു എന്നാണ് വരുന്ന വിവരം. സച്ചിൻ, വളരെ വേഗം ഞാൻ ഈ ചർച്ചയിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് സച്ചിനിലേക്കൊന്ന് പോകാം. സച്ചിൻ, ഞാൻ അതിൻ്റെ ചില വിശദാംശങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഏതാണ്ട് ഉറപ്പിക്കാവുന്ന നിലയിലാണോ ചെന്താമര പ്രതി, ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമര അവിടെയുണ്ട്? 2019 മറ്റൊരു കൊലക്കേസിലെ പ്രതിയുമാണ്. മാട്ടായിലുണ്ട് എന്നാണോ പോലീസ് ഉറപ്പിച്ചു പറയുന്നത്? നിലവിൽ ഒരു സൂചനയാണ് ലഭിച്ചത്. നാട്ടുകാരിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് വ്യാപകമായി ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ മേഖലയിൽ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. കാരണം പെട്ടെന്ന് ചെന്താമരയോട് സാദൃശ്യമുള്ള ഒരാളെ ഈ വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് മാട്ടായിയുടെ, അതായത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയുള്ള സ്ഥലമാണ് മാട്ടായി. അതിനാൽ തന്നെ ഈ CCTV ദൃശ്യങ്ങളടക്കം ഇദ്ദേഹമാണോ എന്ന്, ചെന്താമരയാണോ എന്ന കാര്യത്തിൽ ഒരു സംശയമുള്ളതിനാൽ അതൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വ്യാപകമായ പോലീസിന്റെ എപ്പോഴാണ് ഉദ്ദേശം എപ്പോഴാണ് ഈ വിവരം പോലീസിലേക്ക് എത്തുന്നത് അറിയാമോ സച്ചിൻ? 1 മണിക്കൂറിനുള്ളിലാണ് ഇത്തരത്തിൽ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ മേഖലയിൽ മുഴുവൻ പോലീസ് സേനാംഗങ്ങളെയും വിന്യസിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരത്, ഏതായാലും അവിടേക്ക് കൂടുതൽ പോലീസും മറ്റും പോയിട്ടുണ്ട്. മാട്ടായി ആ ഭാഗത്ത് നിന്ന് കുട്ടികൾ ചെന്താമരയാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ ടെലിവിഷനിലും മറ്റും കണ്ട ചിത്രങ്ങളിൽ നിന്നായിരിക്കും കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയത് അല്ലേ? അത് കണ്ടപ്പോൾ ആ ചോദ്യം വന്നു. അപ്പോൾ അവിടെ വെച്ച് കണ്ടയാൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പോലീസും നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം TV-യിലും പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ മുഖസാദൃശ്യം കണ്ട് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ചെന്താമരയാണോ എന്ന് ചോദിക്കുകയും അദ്ദേഹം ഓടി മറിയുകയും ചെയ്തത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ശരത്, ചെന്താമര മാട്ടായിൽ എന്നാണ് ഈ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ചെന്താമരയെക്കുറിച്ച് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. നെന്മാറയിൽ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ അകലെയാണ്. പോലീസ് ആ ഭാഗത്തേക്ക് കൂടുതലായി എത്തിയിട്ടുണ്ട്. തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുന്നു. ഏതായാലും വരുന്ന മുറയ്ക്ക് കൂടുതൽ വിശദാംശങ്ങൾ ഈ ചർച്ചയ്ക്കിടയിലൂടെ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, സ്വരാജ് വയനാട്ടിൽ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ അവതരിപ്പിച്ചു. അതിന് അനിൽ ബോസ് നൽകിയ മറുപടിയുടെ ഒരു രീതി താങ്കൾ കണ്ടല്ലോ. അത് മാനസിക നില തെറ്റിയതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന നിലയിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ അതേ തുടർന്ന് ചൂണ്ടിക്കാട്ടിയത് ഈ അടിസ്ഥാനപരമായി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത് 72-ലെ വന നിയമത്തിലെ ഭേദഗതിയാണ്. ഇതിനു മുൻപും ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. അത് അനിൽ ബോസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും അതിൽ പുതിയ കാലത്തെ പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള മുമ്പ് താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടിയ ഇന്ന തരത്തിൽ അതിവേഗം ഇത്തരം വന്യമൃഗാക്രമണ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് സംസ്ഥാനങ്ങൾക്ക് പരിമിതിയുണ്ട്, ഉദ്യോഗസ്ഥർക്ക് പരിമിതിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസുകളുമൊക്കെ താങ്കൾ സൂചിപ്പിച്ചു. അപ്പോൾ ഇതിലൊരു മാറ്റത്തിനാണ് ഭേദഗതി ആവശ്യപ്പെടുന്നത്. ആ ഭേദഗതിക്ക് ഏറ്റവും അധികം പാർലമെൻറ്റിൽ ശബ്ദമുയർത്തേണ്ടത് ലോക്സഭാംഗങ്ങൾ തന്നെയാണ്. വയനാട്ടിലെ MP വളരെ കൃത്യമായി ഇന്ന് പറഞ്ഞു വെച്ചത് ആ നിയമത്തിലെ മാറ്റത്തിന് വേണ്ടി ഒരു നിലപാടല്ല തനിക്കുള്ളത്. പകരം കൂടുതൽ ഫണ്ടുകൾ എത്തിക്കാൻ, സങ്കീർണമായ പ്രശ്നമാണ്, കൂടുതൽ ഫണ്ട് എത്തിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തും എന്നാണ് MP പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയുടെ നിയമമായതുകൊണ്ട് ഇന്ദിരാഗാന്ധി ഏതാണ്ട് ആക്ഷേപിക്കുന്നു എന്ന മട്ടിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. ആ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കാൻ പിന്നാലെ വരുന്ന MP-മാർ ഉത്തരവാദിത്വം എടുക്കണ്ടേ? പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയത് അതിനുവേണ്ടി ഒരു നിലപാട് വയനാട്ടിലെ MP എടുക്കില്ല എന്നു പറയുന്നത് കേരളത്തിലെ മലയോര ജനതയെ സംബന്ധിച്ച് ഏറ്റവും ദോഷകരമായൊരു നിലപാടാണോ? അത് ആ നിലയിൽ അദ്ദേഹം അതിനോട് പ്രതികരിച്ചതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീ പ്രകാശൻ മാസ്റ്റർ, 2 കാര്യങ്ങളാണ്. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ വാക്കുകളിൽ മാന്യത പുലർത്തുന്നത് നല്ലതാണ് എന്ന് അനിൽ ബോസിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റീവായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ആരും പറയില്ല. എന്നാൽ മാർക്സിസ്റ്റുകാർക്കെല്ലാം മാനസിക വൈകല്യമാണ്, പേവാക്കിന് പൊട്ടൻ ചെവി, അതുപോലെ വിവരക്കേടാണ് പറയുന്നത്. ഇതെല്ലാം ഒരു മാന്യമായ ചർച്ചാ ടേബിളിൽ ഉന്നയിക്കേണ്ട കാര്യമല്ലെന്ന് അനിൽ ബോസ് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. പിന്നെ ഈ വിഷയം സംബന്ധിച്ച് പറഞ്ഞാൽ ഈ വിഷയത്തിലെ ക്രക്സ് എന്ന് പറയുന്നത് വനസംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നുള്ളതാണ്. എന്നാൽ ഇന്നിപ്പോൾ അവിടുത്തെ MP പറഞ്ഞിരിക്കുന്നത് വനം നിയമത്തിൽ മാറ്റം ആവശ്യമില്ല എന്നുള്ളതാണ്.
എന്ന് പറഞ്ഞാൽ മലയോര ജനതയുടെ കൂടെ അല്ല താൻ എന്ന വ്യക്തമായിട്ടുള്ള പ്രഖ്യാപനമാണത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രാഹുൽ ഗാന്ധി 5 വർഷക്കാലം MP ആയിരുന്നല്ലോ, അക്കാലത്തും ഇവിടെ മരണം ഉണ്ടായിട്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയം സംബന്ധിച്ച് ഈ നിയമം മാറ്റണം എന്നുള്ള ഒരു വർത്തമാനം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സഭയിൽ പറഞ്ഞതായിട്ട് നമുക്കാർക്കും അറിയില്ല. അതോടൊപ്പം തന്നെ 18 MP കഴിഞ്ഞ കാലത്തും ഈ സഭയിലും, കോൺഗ്രസിന്, UDF-ന്. അവരാരെങ്കിലും ഈ നിയമത്തിനകത്ത് മൗലികമായ മാറ്റം വേണം, വനനിയമം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതായിട്ട് നമുക്കറിയോ? ഇല്ലല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ വിഷയം പരിഹരിക്കാനുള്ള നിലപാടല്ല നിർഭാഗ്യവശാൽ കോൺഗ്രസും UDF-ഉം സ്വീകരിക്കുന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ആ നിലപാട് ഗൗരവമായിട്ടൊരു വിഷയമാണെന്നുള്ളത് അവർക്ക് കാണാൻ വേണ്ടി കഴിയണ്ടേ? ഇവിടെ കൃത്യമായിട്ട് പരിശോധിച്ചാൽ ഈ നിയമത്തിനകത്തുള്ള ഒരു വ്യവസ്ഥ ഇപ്പോൾ സെക്ഷൻ 11A ഈ ആക്രമിക്കുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് ആവശ്യമായ നിലക്കുള്ള വ്യവസ്ഥ സെക്ഷൻ 11B ആണ്. അതിലെ പ്രൊവിസോ നോക്കുക. അപ്പോൾ അനിൽ ബോസിന്റെ കാര്യം അറിയാത്തല്ലോ. പ്രൊവൈഡഡ് ദാറ്റ് നോ വൈൽഡ് ആനിമൽ ഷാഡ് ബി ഓർഡേർഡ് ടു ബി കിൽഡ് unless the chief wildlife warden is satisfied that such animal cannot be captured, tranquilized or translocated. അങ്ങനെയല്ലാതെ ഇത് ഈ ജീവിയെ മാത്രമല്ല, നിങ്ങൾ കാണാൻ വേണ്ടി കഴിയുമ്പോൾ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ ജീവികളും, അത് ആനയാവട്ടെ, കടുവയാവട്ടെ, പുലിയാവട്ടെ, പന്നിയാവട്ടെ, എന്തിന് ഈവൻ കുരങ്ങും മയില് പോലും ആവട്ടെ, അവയെല്ലാം തന്നെ സംരക്ഷിത മൃഗങ്ങളാണ്. ഈ പറയുന്ന നിയമത്തിൻ്റെ സെക്ഷൻ 1 സെക്ഷൻ 2B ഒരു കാരണവശാലും അതിനെ ആക്രമിക്കാൻ വേണ്ടി പോലും പറ്റില്ല. ഇതുകൊണ്ടാണ് ഈ പറയുന്ന ഗുരുതരാവസ്ഥ ഉണ്ടാവുന്നതെന്ന് സാമാന്യമായിട്ട് മുഴുവനാൾക്ക് മനസ്സിലാക്കപ്പെട്ട് കഴിയുന്നല്ലേ. അതെന്തേ കോൺഗ്രസിന് മനസ്സിലാവുന്നില്ല? അതെന്തേ ഇവിടെ സതീശന് മനസ്സിലാവുന്നില്ല? ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്നത് ഈ വിഷയമല്ലല്ലോ. എന്തോ ഈ കടുവ ആക്രമിച്ച് കൊന്നിരിക്കുന്നത് CPM-ന്റെ LDF-ന്റെ കേരള മുഖ്യമന്ത്രിയുടെ എന്തോ തകരാറുകൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയല്ലേ മലയോര ജാഥ? അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ? അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കസേര നോക്കിയിട്ടുള്ളൊരു കളിയാണ്. ഇതൊരു കസേര കളിയാണ്, അതല്ലാതെ ഇത് ജാഥയൊന്നുമല്ല. അധികാരത്തിൽ താനാണ് കോൺഗ്രസിൽ ആദ്യം വരേണ്ടത് എന്ന് പറയുന്ന ഒരു അധികാര കളി മാത്രമാണ് യഥാർത്ഥത്തിൽ മലയോര ജാഥ എന്ന പേരിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ലാൽകുമാറിലേക്ക്. ലാൽകുമാർ, ഇതിൽ ഇപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ മലയോര സംരക്ഷണ ജാഥ, അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ ലക്ഷ്യം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഫോക്കസ് പോകുന്നത് സംസ്ഥാന സർക്കാരിലേക്കാണ്. അടിസ്ഥാനപരമായി കേരളം ആകെ ചർച്ച ചെയ്യുന്നതും കേരളം ഡിമാൻഡ് ചെയ്യുന്നതും മുമ്പ് നമ്മളൊക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള അടിസ്ഥാനപരമായ കേന്ദ്ര നിയമത്തിലെ ഭേദഗതിയാണ്. ഇവിടെ വയനാട്ടിലെ MP അത് പ്രിയങ്ക ഗാന്ധിയാണ് എന്നതുകൂടിയുണ്ട്. കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളിൽ ഒരാളാണ്. പ്രിയങ്ക ഗാന്ധി പറയുന്നത് എന്താണ്? ആ നിയമത്തിൻ്റെ ഒരു ഭേദഗതിക്ക് വേണ്ടി ആയിരിക്കില്ല താൻ പാർലമെൻറ്റിൽ നിലപാടെടുക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മലയോര സംരക്ഷണം എന്ന രാഷ്ട്രീയ നിലപാടെടുക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥയെ ഏതു തരത്തിലാണ് ബാധിക്കുക, സ്വാധീനിക്കുക? കേരളത്തിൻ്റെ മലയോര ജനത പ്രിയങ്ക ഇന്ന് വയനാട്ടിൽ വെച്ച് പറഞ്ഞതിൻ്റെ ഒരു സ്പിരിറ്റിനെ, അല്ലെങ്കിൽ വയനാട്ടിൽ വെച്ച് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥത്തെ, നിലപാടിനെ ഏത് നിലയിലായിരിക്കും മനസ്സിലാക്കുക ലാലിൻ്റെ കാഴ്ചപ്പാടിൽ? സതീഷിൻ്റെ പൊസിഷനും പ്രിയങ്ക ഗാന്ധിയുടെ പൊസിഷനും ഏതാണ്ട് കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ മലയോര, പ്രത്യേകിച്ച് വയനാട് മേഖലയിൽ ഈ ബഫർ സോൺ കഴിഞ്ഞ് അല്ലെങ്കിൽ ബഫർ സോണിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഏരിയയിൽ ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ അധികമാണ്. കാര്യം വൈൽഡ് ആനിമൽസിൻ്റെ നമ്പേഴ്സ് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ മേളിൽ പ്രപ്പോർഷനിൽ കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഇതിനെ കൊല്ലുന്നതിൽ പോലും തെറ്റില്ല എന്ന് പരിസ്ഥിതി വിദഗ്ധനായ ഗാഡ്ഗിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. അതെങ്ങനെയാണ് നമുക്ക് സ്പീഷീസിനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഇത് രണ്ടും കൂടെ പ്രോപ്പറായിട്ടൊരു ബാലൻസിലല്ല എങ്കിൽ യഥാർത്ഥത്തിൽ ഇക്കോസിസ്റ്റത്തിന് വലിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഗാഡ്ഗിലിൻ്റെ വളരെ വിശദമായ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത്, വൈൽഡ് ആനിമൽസ്, എലിഫൻറ്റിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ യു ക്യാൻ കിൽ ഇറ്റ്, അല്ലെങ്കിൽ കൺട്രോൾഡ് കില്ലിങ് വേണമെങ്കിൽ ചെയ്യാം എന്നൊരു അഭിപ്രായം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ രീതിയിലും നമ്മൾ ആംഡ് ആകേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ ആംഡ് ആകണമെങ്കിൽ നമുക്കുള്ള സൊല്യൂഷൻ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അടിസ്ഥാനപരമായി നിയമം മാറുക എന്നുള്ളതാണ്. നോക്കൂ, എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ നടക്കണമെങ്കിൽ
അതിന് ലെജിസ്ലേറ്റീവ് ബാക്കിംഗ് വേണം. എന്നുവെച്ചാൽ നിയമം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എക്സിക്യൂട്ടീവിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ. ഈ സംസ്ഥാനത്ത് നിൽക്കുന്ന ഇന്ന് വയനാട്ടിൽ നേരിടുന്ന വിഷയത്തിൽ യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമപരമായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് ഇതിൻ്റെ ലളിതമായ യുക്തി. അപ്പം അവിടെ കേന്ദ്രത്തിൻ്റെ എന്ന് വെച്ചാൽ പാർലമെൻറ്റിൻ്റെ ഒരു ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ നിയമത്തിന് വ്യത്യാസം വരാൻ കഴിയൂ. നിയമത്തിന് വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പോൾ കൺട്രോൾഡ് കില്ലിംഗ് നടത്തണം. ഗാഡ്ഗിൽ പറഞ്ഞ ഒരു കാര്യം ഈ സ്റ്റാറ്റ്യൂട്ടിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിലും ഈ പറയുന്ന വൈൽഡ് ലൈഫ് ആക്ട് അമെൻഡ് ചെയ്താലേ പറ്റൂ. ആ അമെൻമെൻ്റ് ഉണ്ടാകാതെ ഒരു കാരണവശാലും ഇവിടെ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ വേണമെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കാമെന്ന് പറയാം, ഫണ്ടിനെ കുറിച്ച് ആലോചിക്കാമെന്ന് പറയാം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ്. പക്ഷേ അതും നോക്കൂ, ഇതെല്ലാം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കൺകറൻറ്റ് ലിസ്റ്റിലും ഒക്കെ കിടക്കുന്നതാണ്. യൂണിയൻ ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലുമായിട്ടൊക്കെ കിടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ സെൻറ്ററിൻ്റെ റോൾ വളരെ വലുതാണ്, വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിളായി ആലോചിച്ചാൽ മതി. ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് കാട് കൂടുതൽ ആവശ്യമുണ്ട് എന്ന് പറയുമ്പം സംസ്ഥാന സർക്കാരിന് മാത്രമായി അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? അവിടെ കേന്ദ്രത്തിൻ്റെ ഇടപെടലിലൂടെ വേണം എന്ന് പറയുന്നത് പോലെ അതേ യുക്തി ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അത് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല പലർക്കും. കാര്യം ഇത് സർക്കാർ ചെയ്യുന്നില്ല. സർക്കാരിന് ഇപ്പോഴത്തെ പരിമിതിയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യം ഈ കഴിവെ ഓടിച്ചു വിടാനും മയക്കി വെക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കാൻ മാത്രമേ സർക്കാരിനും കഴിയൂ. ജനം ഒച്ച വെക്കുന്നു, അതിനനുസരിച്ച് സർക്കാരിന് ഒച്ച വെച്ച് ഇതിനെ ഓടിക്കുക എന്നുള്ളതല്ലാതെ വളരെ ഇറ്റ്സ് എ ഷാക്കിൾഡ് ഹാൻഡ്സ് ആണ് യഥാർത്ഥത്തിൽ സർക്കാരിനുള്ളത്. അങ്ങനെ ഇരിക്കെ പ്രിയങ്ക ഗാന്ധിയെ പോലൊരാൾ ഇതിൻ്റെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് മെമ്പർ ഇടപെടില്ല എന്നുള്ളൊരു വ്യക്തതയിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അനിൽ ബോസ് അംഗീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. കാര്യം അവർ ഓഡിയോയും വിഷ്വൽസും പുറത്തു വന്നിരിക്കുന്നു. ആ വിഷ്വൽസിനകത്ത് അവർ പറയുന്നത് നിയമനിർമ്മാണമല്ല അവർ ഫോക്കസ് ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങളാണെന്നാണ്. ഒരു പാർലമെന്റ് മെമ്പർ, ആ പാർലമെന്റ് മെമ്പറെ നമ്മൾ സാധാരണഗതിയിലുള്ള ആൾക്കാർ വിളിക്കുന്നത് ലോ മേക്കർ എന്നാണ്. ലോ മേക്കർ എന്ന് വെച്ചാൽ എന്താ? നിയമം ഉണ്ടാക്കുന്ന ആൾ. ആ പാർലമെന്റ് മെമ്പർ നിയമം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടില്ല, മറ്റ് കാര്യങ്ങളിലാണ് ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ അടിസ്ഥാനപരമായ ഇവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് അവർ പുറത്തു പോകുന്നു എന്നുള്ളതാണ്. അത് അവർ ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിയമത്തിന്റെ കാര്യത്തിൽ അവർ ഇടപെടില്ല, ബാക്കിയുള്ള കാര്യത്തിൽ ഇടപെടും എന്നൊരു വ്യക്തതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അനിൽ ബോസിന് വ്യക്തമായ ഉത്തരമില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അതിന് അനിൽ ബോസ് ഇപ്പുറത്ത് നിൽക്കുന്നവരെ സാധാരണഗതിയിൽ അനിൽ ബോസ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതല്ല. പക്ഷെ അനിൽ ബോസ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് പറഞ്ഞു എന്ന് പറയുന്നത് സത്യത്തിൽ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഞാൻ പറയാൻ സ്ട്രെസ് ചെയ്യാൻ പോയിരുന്ന പോയിന്റ് നോക്കൂ, പ്രിയങ്ക ഗാന്ധി ഇടപെട്ടില്ലയോ എന്നുള്ളത് ഒരു വശം. അതിലെ ആ റെസ്പോൺസിബിലിറ്റി വളരെ പ്രധാനമാണ്. ലാൽ അത് പറഞ്ഞും വെച്ചിട്ടുണ്ട്. ശ്രീ അനിൽ ബോസ്, ഇതിൽ ഈ വന്യമൃഗ ആക്രമണം ഏറ്റവും അധികം ഭീതിതമായ നിലയിൽ നടക്കുന്ന കേരളത്തിലെ ഒന്നാമത്തെ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. ആ വയനാട്ടിൽ നിന്നുകൊണ്ടാണ് വയനാട്ടിലെ MP പറയുന്നത് ഈ നിയമത്തിൻ്റെ ഭേദഗതി എന്ന് പറയുന്ന വിഷയത്തിൽ പാർലമെൻറ്റിൽ ഇടപെടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളി അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? അതിനോട് യോജിക്കുന്നയാളാണോ ശ്രീ അനിൽ ബോസ് എന്ന കോൺഗ്രസ് നേതാവ്? പ്രിയങ്ക ഗാന്ധി ആ പറഞ്ഞ വളരെ സുപ്രധാനമായ, വളരെ വ്യക്തമായ അവരുടെ മനസ്സിലിരിപ്പ് എന്താണ്, പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, ആ നിയമത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി ആയിരിക്കില്ല വയനാട്ടിലെ MP പാർലമെൻറ്റിൽ സംസാരിക്കുക, അത് വ്യക്തം. ശ്രീ അനിൽ ബോസ് എന്തു പറയും? എങ്ങനെ അത് ആളുകളോട് ഈ ചർച്ചയിൽ വിശദീകരിക്കും? ഒന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്നതും കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളും അല്ല യഥാർത്ഥ പ്രശ്നം. അതാദ്യം മനസ്സിലാക്കും. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്വരാജിനെ സൈക്കോ എന്ന് ഞാൻ വിളിച്ചത് തന്നെയാണ്. അല്ലാത്ത ഒരാൾക്ക് അങ്ങനെ വ്യക്തിപരമായി പ്രിയങ്ക ഗാന്ധി ആക്ഷേപിക്കാൻ കഴിയില്ല. സൈക്കോ അല്ലാത്ത ഒരാൾക്ക് ആക്ഷേപിക്കാൻ കഴിയില്ല. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് ലാൽ അത് ഞാൻ അങ്ങനെ പറയുന്നയാളല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള നിലപാട്. ഇനി വനസംരക്ഷണ നിയമം അല്ലെങ്കിൽ വനം വന്യജീവി നിയമം, അതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 6 പ്രകാരം ഒരു ദേശീയോദ്യാനം, അതുപോലെ സംരക്ഷിത പ്രദേശം, വന്യജീവി സങ്കേതം, ഇതെല്ലാം സംരക്ഷിക്കുന്നതിന് അളന്ന് തിട്ടപ്പെടുന്ന കേന്ദ്ര സർക്കാരാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അതിൻ്റെ വിസ്തൃതി നിർണ്ണയിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് അവകാശം എന്ന് ലാലിനോട് ആരാ പറഞ്ഞത്?
അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത്? ഇതിന് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വത്തിൽ വന്യജീവികാര്യ ഉപദേശക സമിതി വേണം. സംസ്ഥാന ഗവൺമെൻറ്റാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആ ഉപദേശക സമിതിയാണ് വനത്തിൻ്റെ വിസ്തൃതി നിശ്ചയിക്കുന്നത്. അവിടെ സംരക്ഷിത പ്രദേശമേത്, വന്യജീവി സങ്കേതമേത്, ദേശീയോദ്യാനം എന്നുള്ള നിലയിൽ കാണേണ്ടത് ഏത് എന്നൊക്കെ കൃത്യമായി നിലപാടെടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിനുണ്ട്. ആ സ്റ്റേറ്റ് വിസ്തൃതി നിശ്ചയിച്ച് അവിടെ എന്തുകൊണ്ട് കടുവ അല്ലെങ്കിൽ ആന അത് പുറത്തേക്ക് വരുന്നു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മതി. നിങ്ങൾ മനസ്സിലാക്കണം, വനം എന്ന് പറയുന്നതിൻ്റെ അപ്പുറവും ഇപ്പുറവും എന്ന് പറയുന്ന കേരളത്തിൽ മാത്രമല്ല, മറുവശം മറ്റ് സ്റ്റേറ്റാണ്. സഹ്യപർവ്വതത്തിൻ്റെ ഇപ്പുറത്തെ ക്ലൈമറ്റ് അല്ല സഹ്യപർവ്വതത്തിൻ്റെ അപ്പുറത്തെ ക്ലൈമറ്റ്. നിങ്ങളത് മനസ്സിലാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ അവർക്കാവശ്യമായ ഭക്ഷണം കിട്ടണം, ജീവികൾക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടണം, വെള്ളം കിട്ടണം. അവിടെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ മുൻകൈയെടുത്ത് അവിടെ വെള്ളമില്ലാതെ വരുമ്പോൾ ആന പുറത്തേക്ക് ഇറങ്ങി ആക്രമണങ്ങൾക്കിടയാകുന്നു എന്നുള്ളത് കൊണ്ട് വളരെ കൃത്യമായി ഫോറസ്റ്റിൽ അതിനുള്ള ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചുകൊണ്ട് അവിടെ എല്ലാം ക്യാമറ വെച്ച് അവരുടെ ചലനങ്ങൾ അവരുടെ ഓഫീസിൽ നിന്ന് കാണാനുള്ള സംവിധാനവും, അവിടുത്തെ കുളങ്ങൾ പറ്റിയാൽ അവിടെ ടാങ്കറുകൾ കൊണ്ടുവന്ന് വെള്ളം സപ്ലൈ ചെയ്ത് ഇപ്പോൾ അത് ശീലമായിരിക്കുന്നു. കാട്ടാനകൾക്കടക്കം അവർക്ക് കിട്ടേണ്ട വെള്ളം കിട്ടി, അത് ഉപയോഗിക്കുന്നതിന് വെള്ളമില്ലെങ്കിൽ അത് ചെന്ന് സമാഹരിക്കാൻ അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞ ദിവസമാണ് അവിടെ ബുള്ളറ്റ് കൊമ്പൻ ഒരു കൊമ്പൻ നാട്ടിലിറങ്ങി വലിയ പുകിലും ആക്രമണവും തകർപ്പും നടത്തിയത്. എന്നിട്ട് പിടിച്ച് കേരളത്തിൽ ചെയ്യുന്ന പോലെ തന്നെ കൊണ്ട് അപ്പർ കോതയാറിൽ കാട്ടിലയക്കുകയാണ് ചെയ്തത്. ഇവിടെ ചെയ്യുന്ന അതേ പണിയാണ് അവിടെയും ചെയ്യുന്നത്. ബുള്ളറ്റ് കൊമ്പൻ വാർത്തകളിൽ വന്നതാണ്. നാട്ടിലിറങ്ങി ജനവാസ മേഖലകളിൽ നിങ്ങൾ പറഞ്ഞതിൽ തന്നെയാണ് സാർ എൻ്റെ സപ്ലിമെന്റ്, വേറൊന്നുമല്ല. നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങളോടടക്കം സപ്ലിമെന്റ് ചെയ്ത് വെച്ചതാണ്. ബാക്കി സംസാരിച്ചോളൂ. അല്ല, ഞാനത് പറഞ്ഞിട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന, നമ്മൾ രണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ രണ്ടിടത്തിരിക്കുകയാണ്. എങ്ങനെയാണ്? അതുകൊണ്ട് എന്താ കുഴപ്പം? നമ്മൾ തമ്മിൽ തന്നെയാണ് സംസാരിക്കുന്നത്. തമിഴ്നാടിന്റെ മികവ് പറയുമ്പോൾ തമിഴ്നാട്ടിലും ഇതേ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അനിൽ ബോസ് നിർത്താൻ പറ. അങ്ങനെ പറയില്ലല്ലോ. നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ തന്നെയല്ലേ പറയും. നിങ്ങൾ ശരത്തെ എന്നോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരത്ത് എന്നോട് പറഞ്ഞാൽ മതി, അനിൽ ബോസ് ഒന്ന് നിർത്തിക്കുക, എനിക്ക് ചോദിക്കാനുണ്ടെന്ന് പറ. അപ്പം ഞാൻ നിർത്തും. എനിക്ക് തർക്കമില്ല നിങ്ങളോട്, എനിക്ക് ശരത്തിനോട് തർക്കമില്ല. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേഷൻ്റെ എറർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചാൽ എനിക്ക് നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് അനിൽ ഒന്ന് നിർത്താൻ പറഞ്ഞാൽ ഞാനത് കേട്ടാൽ ആ സെക്കൻഡ് നിർത്തും. നമ്മൾ തമ്മിൽ ഒരു വഴക്കിന്റെ ആവശ്യമില്ല. എന്ത് വഴക്കാണ്? ഇവിടുത്തെ പ്രശ്നം എന്താ? രണ്ട് ആംഗിളിൽ കാണണം. എത്രയാണ് നമ്മുടെ രാജ്യത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. ഏതാണ്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 7,83,00,000 ഹെക്ടർ വനഭൂമി നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പോഴോ അതിൽ 125 ലക്ഷം ഹെക്ടർ വനഭൂമിയാണ് കയ്യേറ്റം ചെയ്തിരിക്കുന്നത്. അവരുടെ സ്വൈര്യ വിഹാര കേന്ദ്രം അനുദിനം കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 125 ലക്ഷം ഹെക്ടർ ഭൂമി കയ്യേറ്റം നടത്തി ആളുകൾ കയ്യേറി എടുക്കുമ്പോൾ അവരുടെ ആവാസ വ്യവസ്ഥയാണത് ബാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടപെട്ട് ചോദിക്കുകയാണ് വേട്ടയാടിയാണ് അവർ ആഹാരം കഴിക്കുന്നത്. ഇടപെട്ട് ചോദിക്കുകയാണ്. ഞാൻ പറയട്ടെ. അപ്പൊ ഈ മലയോര കർഷകർ കയ്യേറ്റക്കാരാണെന്നാണോ പറയുന്നത്? എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്. പ്രിയങ്ക ഗാന്ധി ഇന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ താങ്കൾ വിശദീകരിക്കുക. ഞാൻ പ്രിയങ്ക ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചല്ലോ, അതിലൊരു വിശദീകരണം താങ്കൾ പറഞ്ഞോട്ടെ. ഞാൻ എന്റെ ചോദ്യം വീണ്ടും താങ്കൾ അത് പരാമർശിക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ പറയാമല്ലോ. പറയൂ, അതാണ് വാർത്ത. അത് മലയോര ജനതയ്ക്ക് പറ്റുന്ന ചേരുന്ന നിലപാടാണ്. എന്റെ ഭാഗം കൺവേട്ടെ. ഇതാണ് പറയേണ്ടത്. മറുപടി പറയലല്ല എന്റെ പണി ആണല്ലോ. ഇന്നത്തെ വാർത്തയും ഗൗരവമുള്ളത്. വളരെ കൃത്യമായിട്ട് പറയാണ്. എന്താണ്? അല്ല, ഗൗരവമുള്ളത് പറയും. ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾ എന്തിനാ അസ്വസ്ഥമാകുന്നേ? ഞാൻ പറയുന്ന കാര്യം കേൾക്കൂ. അവിടെ കടുവയാണെങ്കിലും ആനയാണെങ്കിലും മറ്റു മൃഗങ്ങളാണെങ്കിലും അവരുടെ ഭക്ഷണം കാട്ടിൽ നിന്ന് വേട്ടയാടി തന്നെയാണ് അവർ ഏറ്റുവാങ്ങുന്നത്, അവർ കഴിക്കുന്നത്, ആഹരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് അവ കിട്ടാതെ വരുമ്പോൾ അവരിറങ്ങുമെന്നേ. അവരിറങ്ങും, അവർ വഴിയിലേക്ക് ഇറങ്ങും. അപ്പൊ അവർക്ക് ഏറ്റവും പെട്ടെന്ന് വേട്ടയാടി പിടിക്കാൻ കഴിയുന്നത് മനുഷ്യനെ തന്നെയാണ്, സംശയമൊന്നും വേണ്ട.
PT ഉഷ ഓടുന്ന പോലെ എല്ലാ മനുഷ്യർക്കും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. പ്രിയങ്ക ഗാന്ധി പറഞ്ഞതിലുള്ള അഭിപ്രായമാണ് എനിക്ക് കേൾക്കേണ്ടത്. ശരി, പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് മലയോര ജനതയെ ആശങ്കപ്പെടുത്തുന്നതാണോ? പറയട്ടെ, ഞാൻ പറയട്ടെ. താങ്കൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കുറെ സാമൂഹ്യ പാഠം ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. അനിൽ ബോസ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞതിന്റെ രാഷ്ട്രീയം സംസാരിച്ചോളാൻ എനിക്ക് സമയം, സാമൂഹ്യ പാഠം ക്ലാസ് അല്ല വേണ്ടത്. എനിക്ക് സമയം തരണ്ട. ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചു. സാർ അതിലേക്ക് വരൂ. ക്ലാസ് തന്നെയാ. അതല്ല, ഇതാണ് ചോദ്യം. രാഷ്ട്രീയ നേതൃത്വം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് പ്രതിബദ്ധത ഉണ്ടാവണം സമൂഹത്തോട്. അതുകൊണ്ടാണ് വീട്ടിൽ പട്ടിയെ വളർത്തുന്നവരാണ് നമ്മൾ, വീട്ടിൽ പൂച്ചയെ വളർത്തുന്നവരാണ് നമ്മൾ. അതുമൊക്കെ മൃഗങ്ങളാ, മനസ്സിലായില്ലേ? അവർക്ക് ആഹാരം സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാകും. അതിനുള്ള ക്രമീകരണം തമിഴ്നാട് ഗവൺമെന്റ് ചെയ്യുന്നത് പോലെ ചെയ്യുന്നതിൽ കേരള ഗവൺമെന്റ് പരാജയപ്പെട്ടു. കേരള ഗവൺമെന്റ് പരാജയപ്പെട്ടു. മൂന്ന് തവണ ഇന്നത്തെ പ്രധാന വാർത്തയുമായി ബന്ധപ്പെട്ട് പരാജയപ്പെട്ടു എന്ന് പറയാനുള്ള എന്റെ അവസരത്തിൽ പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് താങ്കളുടെ ഡ്യൂട്ടി. വലിയ കാര്യമായി പോയി. താങ്കളുടെ വാർത്തയിലേക്ക് വരാതിരിക്കാൻ ഇന്ത്യൻ പാർലമെന്റിലെ ഒരംഗം മാത്രമാണ്. ഒരു നിമിഷം, അദ്ദേഹം പൂർത്തിയാക്കട്ടെ. എന്നെ കൊണ്ട് നിങ്ങൾക്കെതിരെ പറയിപ്പിക്കാതിരിക്കാനുള്ള നിങ്ങളുടെ തന്ത്രമാണ്. പറഞ്ഞോളൂ സർ. എന്നെ കൊണ്ട് നിങ്ങൾക്കെതിരെ പറയിപ്പിക്കാതിരിക്കാനുള്ള നിങ്ങളുടെ തന്ത്രമാണ്. ജനം കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് താങ്കൾ ഡിസ്റ്റർബ് ചെയ്യുന്നത്. പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വനസംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടും വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടും പാർലമെന്റിൽ എടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് ആ വിഷയത്തെക്കുറിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂടണം. പ്രതിപക്ഷം അത് ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്തായിട്ടാണ് ഒരു ബില്ല് റൈസ് ചെയ്യുന്നത്. വിവിധ പഠനങ്ങൾ റൈസ് ചെയ്യാൻ കഴിയൂ. ഭൂരിപക്ഷത്തിൽ ഇന്നിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അടുത്ത് നമുക്ക് പോയത് പരാജയപ്പെടുത്താൻ കഴിയില്ല. പറയേണ്ടത് ഉത്തരവാദിത്തപൂർവ്വം തന്നെയാണ് പറയേണ്ടത്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താ? വന നിയമമാണോ പ്രശ്നം? അതിലേക്ക് പോകാൻ നേരമില്ല. ഈ പോയിന്റിൽ ലാൽകുമാറിന്റെ അഭിപ്രായം. ശ്രീ പ്രകാശ് മാസ്റ്റർ, ലാൽകുമാർ പറയൂ. പ്രിയങ്ക ഗാന്ധി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഗൗരവമുള്ളതാണോ? UDFന്റെ കോൺഗ്രസിന്റെ മലയോര സംരക്ഷണ ക്യാമ്പയിനെ ബാധിക്കുന്ന വിധത്തിലാണോ പ്രിയങ്ക ഇന്ന് പറഞ്ഞു വെച്ചത്? നേരിട്ട് അനിൽ ബോസ് അതിലേക്ക് വരുന്നില്ല. ഇനിയും കോൺഗ്രസ് പാർട്ടി അത് പരിശോധിക്കേണ്ട വിഷയമാണെന്ന് പറഞ്ഞു. പ്രിയങ്ക സ്ട്രെയിറ്റ് ആയിട്ട് നിലപാട് പറയുകയും ചെയ്തു. ലാൽകുമാർ പറഞ്ഞോളൂ വേഗം. ഇതിനകത്ത് അതാ പറഞ്ഞേ, ബ്രേക്കിലേക്ക് പോകണമെങ്കിൽ പോക്കോ. എനിക്കൊരു സ്ട്രെച്ചിൽ കുറച്ച് കാര്യങ്ങൾ ഏറെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. പറയൂ. ബ്രേക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇല്ലേ? ഓക്കെ സോറി. ഞാൻ ഓർത്ത് ബ്രേക്കിലേക്ക് പോവാം. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നോക്കൂ, ഒരുപാട് കഥകൾ ഇപ്പം അനിൽ ബോസ് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. എൻഡേഞ്ചേർഡ് സ്പീഷീസാണ് ടൈഗർ. ആ ടൈഗറിനെ ഒരെണ്ണത്തിനെ കൊല്ലണം. വന നിയമം മാറ്റാതെ പറ്റുമോ? അതിനകത്ത് അപ്രീഷിയബിൾ ചേഞ്ചസ് വരാതെ പറ്റുമോ? ഇത് വളരെ ലളിതമായ ചോദ്യമാണ്. പറ്റില്ല. നിങ്ങൾ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നോക്കൂ, ഫോറസ്റ്റിൻ്റെ കോറിൽ ആണ് യഥാർത്ഥ പ്രശ്നം, ബഫർ സോണിലല്ല. കോറിലെ പ്രശ്നം എന്താ? കോറിലെ പ്രശ്നം പോപ്പുലേഷൻ ടൈഗറിൻ്റെയും എലിഫൻറ്റിൻ്റെയും എണ്ണം വളരെയധികം കൂടി. അതിനർത്ഥം എണ്ണം കൂടി എന്ന് പറഞ്ഞാൽ അതിന് വളരാനുള്ള ഇക്കോസിസ്റ്റം അവിടെ ഉണ്ട് എന്നാണ്. അനിൽ ബോസ് പറയുന്നത് നേരെ തിരിച്ചാണ്. അവിടെ ഒന്നും ഇല്ല എന്ന് അനിൽ ബോസ് പറയുന്നത്. നോക്കൂ, ആൾക്കാരുടെ എണ്ണം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്കോസിസ്റ്റം ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് റിസോഴ്സിനേക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ റിസോഴ്സിന് വേണ്ടി അവർ വെളിയിലോട്ട് ഇറങ്ങി വരും. എഗ്രീഡ്. അത് പക്ഷേ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ മാർഗം കണ്ടെത്തണം. നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ വിൻവേ സൈഡ് ഓഫ് ദ വെസ്റ്റേൺ ഗാട്ട്സ് ആണ്. കാര്യം നമുക്ക് മഴ കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ്. അതേ സ്ഥാനത്ത് മറ്റേത് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ലീവേ സൈഡ് ഓഫ് ദ വെസ്റ്റേൺ ഗാട്ട്സ് ആണ്. അവിടെ മഴ കുറവാണ്, എയർ കംപ്രസ് ചെയ്താണ് പോകുന്നത്. ജോഗ്രഫി പറഞ്ഞല്ലേ, കുറച്ച് ജോഗ്രഫി ഞാനും പറയാം. ഇതാണ് സത്യം. നമുക്ക് റിസോഴ്സ് ഇല്ലായ്മയല്ല. ഇപ്പം ഡ്രൗട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും, സംശയമില്ല. ഇതിപ്പോൾ ഡ്രൗട്ട് സീസൺ ആണോ? അല്ല. നമുക്കിപ്പോൾ ഡ്രൗട്ട് സീസൺ അല്ല. നമുക്ക് വാട്ടർ ഉള്ള സമയത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം ടൈഗർ കോൺഫ്ലിക്റ്റ് അകത്ത് നടക്കുമ്പം, ടൈഗറിൻ്റെ പോപ്പുലേഷൻ കൂടുമ്പം, ടൈഗർ എന്ന് പറഞ്ഞാൽ ഡോമിനേറ്റിംഗ് മൃഗമാണ്. അത് ഒരു ടെറിട്ടറി കീപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം മറ്റേ ടൈഗറിനെ അത് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ടൈഗർ വീക്കായി അത് ബഫർ സോണിലേക്ക് തള്ളും.
കാര്യം അതിന് അവിടെ ഈ മൈറ്റി ടൈഗറുമായിട്ട് അടിച്ചു നിൽക്കാനുള്ള ശക്തിയില്ല. ഈ ബഫർ സോണിലേക്ക് വരുന്ന ടൈഗറിന് വീക്കായിട്ടുള്ള സാധനമാണ്, വീക്കായിട്ടുള്ള ടൈഗറാണ്. ഈ മാൻ ഈറ്റിംഗ് ടൈഗർ എന്ന് പറയുമല്ലോ, മാൻ ഈറ്റിംഗ് ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഉള്ള ടൈഗർ എന്നല്ല. മനുഷ്യനെ തിന്നുന്ന ടൈഗർ സ്ട്രെങ്ത് ഇല്ലാത്ത ടൈഗറാണ്. കാര്യം എന്താ? അവന് പ്രേയെ പിടിക്കാൻ അല്ലെങ്കിൽ അവൻ ആളെ പിടിക്കാനുള്ള ശക്തി, ഹണ്ട് ചെയ്ത് പിടിക്കാനുള്ള ശക്തി ഇല്ലാതെ വരുമ്പം നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട മനുഷ്യര് ഒരു ഈസി ടാർഗറ്റ് ആകുന്നതുകൊണ്ടാണ് നമ്മളെ പിടിക്കുന്നത്. ഇതാണ് സത്യം. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഇക്കോസിസ്റ്റത്തിന്റെ പ്രശ്നവും ഈ പറയുന്ന സർക്കാർ കൂടിയിരുന്ന് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഗാഡ്ഗിലിനെ കോട്ട് ചെയ്തത്. ഗാഡ്ഗിലിനെ കോട്ട് ചെയ്ത് തന്നെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം. പോപ്പുലേഷൻ കൺട്രോൾ ചെയ്താൽ എന്താ ഗുണം? ബഫറിലേക്ക് വരുന്നതിന്റെ അളവ് കുറയും. ഈ ബഫർ സോണിലേക്ക് വരുന്നതിന്റെ അളവ് കുറച്ചാൽ മാത്രമേ നമുക്കിത് നിൽക്കത്തുള്ളൂ. അല്ല എങ്കിൽ ടൈഗർ കോൺഫ്ലിക്റ്റ് അവിടെ നടന്നാൽ ഉറപ്പായിട്ടും നമ്മുടെ പെരിഫറിയിലേക്ക്, ഫോറസ്റ്റിന്റെ പെരിഫറിയിലേക്ക് ഇത് തള്ളുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഇത് എല്ലാ രാജ്യത്തും നടക്കുന്ന, ഫോറസ്റ്റിൽ നടക്കുന്ന പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്. ഇത് തന്നെയാണ്. ഇവരെല്ലാം കൂടെ അരീക്കൊമ്പനെ ആദ്യം കൊണ്ടുപോയല്ലോ. അരീക്കൊമ്പനെ ആദ്യം അവർ പ്ലേസ് ചെയ്തെടുത്തൂടെ കാര്യങ്ങൾ നടന്നോ? ഇല്ലല്ലോ. പിന്നെ അത് വീണ്ടും പിടിച്ച് ഒരു കോർ ഫോറസ്റ്റിലേക്ക് കൊണ്ടുവിടുകയാണ് തമിഴ്നാട് ചെയ്തത്. അത് നാച്ചുറലായിട്ട് നടക്കുന്നത്. അത് തമിഴ്നാട്ടിലേക്ക് സ്റ്റാലിന് പ്രത്യേകതയും അല്ലെ മറ്റൊരിടത്തും ഇല്ല. ഒറ്റ കാര്യം കൂടെ പറയാം. ഈ രാജ്യത്തെ വന നിയമവുമായി ബന്ധപ്പെട്ട്, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം നന്നായിട്ട് പൊക്കൊണ്ടിരുന്ന ഒരു സാധനത്തിനെ ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഫോറസ്റ്റൊക്കെ, ഡെൻസ് ഫോറസ്റ്റൊക്കെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ ഫോറസ്റ്റ് നശിപ്പിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടായിക്കൊടുത്ത ആരാന്നറിയോ? നിങ്ങളുടെ മന്ത്രി വീരപ്പ മൊയ്ലി. അതിന്റെ ചരിത്രം വേണം ഞാൻ പറയാം. ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രിയെ മാറ്റി കോർപ്പറേറ്റ് അംബാനി, അദാനി, റിലയൻസ് ഗ്രൂപ്പുകളുടെ താല്പര്യത്തിനനുസരിച്ച് വീരപ്പ മൊയ്ലി അവിടെ പ്ലേസ് ചെയ്തു. വീരപ്പ മൊയ്ലിയെ വന്ന് തുടങ്ങിയപ്പോ തൊട്ടാണ് ഈ എൻവയോൺമെന്റ് ലോസ് ഡൈല്യൂട്ട് ചെയ്തത്. ആ ഡൈല്യൂട്ട് ചെയ്തത് എന്തിനാ? ഇവിടെ കേരളത്തിലേക്ക് വേണ്ടിയിട്ടല്ല. ഈ പറയുന്ന ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഈ മേഖലയിലേക്ക് മൈനിങ് നടത്താനുള്ള അന്തരീക്ഷം വീരപ്പ മൊയ്ലി ഇവർക്ക് താല്പര്യപ്പെട്ട ആളായിരുന്നു. അങ്ങനെയാണ് വീരപ്പ മൊയ്ലി അതിന്റെ തലപ്പത്ത് വന്നത്. വീരപ്പ മൊയ്ലി തലപ്പത്ത് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയാണ്. BJP അത് തുടരുന്നേ ഉള്ളൂ. അനിൽ ബോസ് പറഞ്ഞു, ബാക്കി ചരിത്രം ഞാൻ പറയാം. അതിനുള്ള രണ്ടുപേരോടും അതിന് അധികം സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിച്ച് തന്നെ പോകേണ്ടതുണ്ട്. ഞാൻ പ്രകാശ് മാസ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് ഇടവേളയിലേക്ക്. പക്ഷേ അപ്പോഴും കേരളത്തിൻ്റെ ഒരു സവിശേഷത, കേരളത്തിൻ്റെ വനവിസ്തൃതി അതേ പടി തന്നെ നിലനിർത്തുകയും ദേശീയ സർവേ കണക്കുകൾ പ്രകാരം അങ്ങനെയാണ്. വനവിസ്തൃതി സംരക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ മികവോടെ നിൽക്കുന്ന സംസ്ഥാനം തന്നെയാണ് കേരളം. പക്ഷേ അതിൻ്റെ പേരിൽ മലയോരത്ത് താമസിക്കുന്ന മലയോര ജനതയുടെ ജീവനും സ്വത്തിനും ഇങ്ങനെ ആശങ്കയുടെ ഒരു വലിയ അന്തരീക്ഷം സൃഷ്ടിച്ചും ഇങ്ങനെ ഭയാശങ്കകളോടെ ജീവിച്ചു പോകുന്നതിനും ഒരു കേന്ദ്ര നിയമം വലിയ തടസ്സമാകുമ്പോൾ ആ നിയമം നിശ്ചയമായും കാലോചിതമായി ഭേദഗതി വരുത്തേണ്ടതാണ്. ഇങ്ങനെ നാട്ടിലേക്ക് വരുന്ന ഈ പറഞ്ഞ വന്യമൃഗങ്ങൾ, ആ വന്യമൃഗങ്ങളെ തടയുന്നതിനും അതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും കഴിയാത്ത വിധം ഒരു കേന്ദ്ര നിയമം നിൽക്കുന്നു. അവിടെയാണ് വയനാട് MP വയനാട്ടിൽ നിന്നുകൊണ്ട് ആ നിയമത്തിലെ മാറ്റത്തിന് വേണ്ടിയാവില്ല പാർലമെൻറ്റിൽ, ലോക്സഭയിൽ സംസാരിക്കുക എന്ന് തന്നെയാണ് സ്പഷ്ടമായി അവർ പറഞ്ഞു വെച്ചത്. അതൊരു അവ്യക്തതയും ഇക്കാര്യത്തിലില്ല. അത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മലയോരത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്നതാണ് എന്നതിന് രണ്ടു പക്ഷമുണ്ടാവില്ല. ഇന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി ഈ കേന്ദ്ര നിയമത്തിലെ മാറ്റത്തിന് വേണ്ടി ആവില്ല താൻ പാർലമെൻറ്റിൽ നിലപാട് സ്വീകരിക്കുക എന്ന് വ്യക്തമായി പറഞ്ഞതോടെ പ്രകാശൻ മാസ്റ്റർ, പ്രതിപക്ഷ നേതാവ് മലയോര പ്രശ്നത്തെ പിണറായി സർക്കാരിൻ്റെ നേരെ കൈ ചൂണ്ടി ഒരു പിണറായി സർക്കാരിൻ്റെതായ പ്രശ്നമായി ചൂണ്ടിക്കാട്ടി അതിലൂടെ ഒരു രാഷ്ട്രീയം ഡെവലപ്പ് ചെയ്യാം എന്ന് കരുതിയ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതീക്ഷകൾക്കാണോ പ്രിയങ്ക ഗാന്ധി ഷട്ടറിട്ടത്? അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെ ആകെ നിലംപരിശാക്കുന്ന നിലപാടാണല്ലോ പ്രിയങ്ക ഗാന്ധി ഇതെടുത്തത്. ഇവിടെ അനിൽ ബോസ് കാര്യങ്ങളെ കുഴഞ്ഞു മറിഞ്ഞാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ബഫർ സോണ്, ദേശീയോദ്യാനം അത് വേറെയാണ് നിയമം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് 1972 വന്ന നിയമമാണ്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 നിയമമാണ്. ഇത് രണ്ടും കുഴഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കിയാൽ എങ്ങനെ ശരിയാവുക? വനത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, യഥാർത്ഥത്തിൽ കേരളത്തിലെ വനം വർദ്ധിച്ചിരിക്കുന്നു. കേരളത്തിൽ 2015 വനം 19,239 ചതുരശ്ര കിലോമീറ്ററാണ്. 3,700 കിലോമീറ്ററോളം അതിനുശേഷം വർദ്ധിച്ചിരിക്കുന്നു കേരളത്തിലെ വനം. ഇതെങ്കിലും മനസ്സിലാക്കണം. കേരളത്തിലെ വനവിസ്തൃതി LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ വന്യജീവി ഇപ്പോൾ തമിഴ്നാട്ടിനെ സംബന്ധിച്ച് പറഞ്ഞു, വനത്തെ വന്യജീവികൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ട് ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് ഉത്തരവാദിത്തം ആർക്കാ? കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഇപ്പം ലോകത്തെ പല രാജ്യങ്ങളിലും
ഈ പിന്നെ വന്യജീവികൾക്ക് ആവശ്യമായിട്ട് ഭക്ഷണം ഹെലികോപ്റ്റർ കൊടുക്കുന്ന നിയമമുണ്ട്. ഇന്ത്യയിലെ നിയമത്തിനകത്ത് അതില്ല. വന്യജീവികളുടെ എണ്ണം വലിയ നിലക്ക് വർദ്ധിച്ചാൽ കള്ളിങ് നടത്താൻ ലോകത്തെ എല്ലാ രാജ്യത്തും നിയമമുണ്ട്. ഇന്ത്യയിൽ അതിന് വ്യവസ്ഥയില്ല. അപ്പോൾ ഇതെല്ലാം ഉള്ള രൂപത്തിൽ മാറ്റം വരുത്തണം എന്ന് പറയുന്നതിന് പകരം BJPക്ക് ഇതിനൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ നിയമം കൊണ്ടുവന്നെങ്കിലും നിയമം ഏറ്റവും ഒടുവിൽ കർശനമാക്കിയത് നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ് 2023. എന്തേ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുന്നില്ല? ശിക്ഷ വർദ്ധിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ വന്യജീവികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റാണ്. സംരക്ഷിത പിന്നെ ജീവികളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റാണ്. അതുപോലും പറയാൻ അത് കഴിയുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിൽ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥ കൊല്ലപ്പെട്ടു. അപ്പോൾ അന്ന് നമ്മുടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിൽ വന്നല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന NDTV-യിൽ നമ്മളെല്ലാം കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെന്നാൽ ഉടനെ പ്രധാനമന്ത്രി ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഒന്നും ഉണ്ടായില്ലല്ലോ. ഒരക്ഷരം ഉയ്യാടുന്നുണ്ടോ ഈ പ്രതിപക്ഷ നേതാവും 18 MP-മാരും? കാരണം അവർക്ക് BJPക്കെതിരെ ഉണ്ടാകാൻ കഴിയില്ല. BJPക്കെതിരെ വാതുറക്കാൻ ധൈര്യമില്ല അവർക്ക്. ഇവിടെ CPM-നെതിരായിട്ട് നിങ്ങൾ പറയാൻ വേണ്ടി കഴിയില്ല. എന്തൊരു വലിയ നാവാണ്. ഇപ്പൊ തന്നെ ഇവിടെ അനിൽ ബോസ് പറയുന്നത് കേട്ടല്ലോ. തമിഴ്നാട്ടിലെ ഇപ്പോൾ ഈ പറയുന്ന 1-2 സ്ഥലത്ത് പിന്നെ വെള്ളവും ഭക്ഷണവും കൊടുത്തു, ശരിയാണ്. പക്ഷെ തമിഴ്നാട്ടിൽ ആന കുത്തിയിട്ട് ആളുകൾ കൊല്ലപ്പെടുന്നില്ലേ? കടുവ കുത്തിയിട്ട് ആളുകൾ കൊല്ലപ്പെടുന്നില്ലേ? ഇനി ഈ കേരളത്തിലുള്ള ആന, ഏതാന? തമിഴ്നാട്ടിലെ ആനയല്ലേ? കേരളത്തിലെ വനത്തിലുള്ള ആനയാണോ ഈ കേരളത്തിലെ ആളുകളെ കൊല്ലുന്നത്? അപ്പോൾ എന്താണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് യാഥാർത്ഥ്യബോധത്തോട് മനസ്സിലാക്കണം. വനത്തിലെ ആവാസ വ്യവസ്ഥ തകരാറിലാവുന്നതാണ്. വന്യജീവികൾ നാട്ടിലേക്ക് വരുന്ന വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല. പരിഹരിക്കാൻ നിയമം വേണം. അതിന് പണം കൊടുക്കണം കേന്ദ്ര ഗവൺമെന്റ്. കൈകാര്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കൂടി ചെയ്യിക്കേണ്ടതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 620 കോടിയുടെ പദ്ധതി കൊടുത്തല്ലോ സ്റ്റേറ്റ് ഗവൺമെന്റ്. ആ സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് വാദിക്കാൻ ഏതെങ്കിലും MP ഉണ്ടായോ? ഇപ്പോ ആ പദ്ധതി തിരിച്ചയച്ചു കേന്ദ്ര ഗവൺമെന്റ്. മിണ്ടുന്നുണ്ടോ ഇവിടെ പിന്നെ പ്രതിപക്ഷ നേതാവ്? അപ്പോ അദ്ദേഹത്തിന് ഒറ്റ താല്പര്യമുള്ളൂ, ആളെ കൊന്നാലും വിടില്ല, എനിക്ക് ഈ പറയുന്ന പോലെ പിന്നെ എനിക്ക് അധികാര കസേര വേണം, അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്. ആ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ലെന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. ഇവിടെ യാഥാർത്ഥ്യബോധമുള്ള കാര്യങ്ങളെ കണ്ടാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇവിടെ വന്യജീവികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്ത മറ്റൊരു ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റിനെ പോലെ വേറൊരു ഗവൺമെന്റ് ഇല്ല. അത് വസ്തുതയാണ്. രാഷ്ട്രീയം കൊണ്ട് മാത്രമായിട്ട് അതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഭാഗത്ത് നിന്ന് വിശദീകരിക്കേണ്ടതായ പല കാര്യങ്ങളും വന്നു. നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയത്തിലേക്ക് പോകുമ്പോൾ ഷെനിൽ ബോസ് ചുരുക്കി, അതായത് കേരളത്തിൻ്റെ മലയോരത്തിൻ്റെ ഒരു പൊതുമോഡിന് നിരക്കാത്തതാണ്, എതിരായിട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രിയങ്ക ഗാന്ധി ഇന്ന് പറഞ്ഞു വെച്ചത് അത് നിങ്ങളെ സംബന്ധിച്ചൊരു പ്രതിബന്ധം താങ്കൾക്ക് തന്നെ പറയേണ്ടി വന്നു. അത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ചേരും, ആലോചിക്കും, കൂടും. അതറിയാത്തയാളാണോ പ്രിയങ്ക ഗാന്ധി? ഞങ്ങൾ ആലോചിക്കുമെന്നല്ല പറഞ്ഞത്. ഞാൻ പാർലമെൻറ്റിൽ ഇടപെടുന്നത് ആ നിയമത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയല്ല. വളരെ സ്പഷ്ടമാണ്, അതിലൊരു സംശയവും ഇല്ലാത്ത വിധം അവർ പറഞ്ഞു. ആരോടെങ്കിലും ചോദിച്ചിട്ടോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടോ പറഞ്ഞതല്ല. പ്രിയങ്ക ഗാന്ധി തികഞ്ഞ ബോധ്യത്തോടെ പറഞ്ഞതാണ്. അപ്പോഴാണ് മലയോര സംരക്ഷണം എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ ജാഥ കൂടി നടത്തുന്നത്. ഒത്തുപോകാത്തതാണ് ഇത്. കേരളത്തിൻ്റെ മലയോരത്തിൻ്റെ പബ്ലിക് സെൻറ്റിമെൻറ്റ്സിന്, പൊതു സെൻറ്റിമെൻറ്റ്സിന് വിരുദ്ധമാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞത്. യാതൊരു സംശയവുമില്ല. അനിൽ ബോസ്, പ്രിയങ്ക ഗാന്ധി നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന തലത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രിയങ്ക ഗാന്ധി വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരിക്കുന്ന വനം സംരക്ഷിക്കണം, വന്യജീവികളെയും സംരക്ഷിക്കണം. മനുഷ്യനാപത്തുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു, മനുഷ്യൻ്റെ ജീവൻ കവർന്നെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിന് പ്രതിരോധം തീർക്കണം. അതിന് പ്രതിരോധം തീർക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റുമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ വിഷയം ഞാൻ ഉയർത്തിക്കൊണ്ടുവരും. ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫെൻസിംഗ് ആണെങ്കിലും കിടങ്ങാണെങ്കിലും മറ്റു പ്രവർത്തനങ്ങൾ എന്താണെങ്കിലും ആവശ്യമായ പദ്ധതികൾക്ക് പണം അനുവദിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തും എന്ന് പറഞ്ഞാൽ, പാർലമെന്റിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞാൽ, വനം സംരക്ഷിക്കാനും വന്യജീവികളെ സംരക്ഷിക്കാനും ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ മൃഗങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാനുള്ള പ്രതിരോധം തീർക്കാനുള്ള നടപടികൾക്കായി പാർലമെന്റിൽ ഞാൻ ഇടപെടുമെന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാതെ എന്താ പറയേണ്ടത്? അതല്ലാതെ പ്രിയങ്ക ഗാന്ധി എന്താ പറയേണ്ടത്? എന്താ പറയേണ്ടത്? പിന്നെ ഇവിടെ പ്രകാശൻ മാസ്റ്റർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് തല ഉലുക്കാനായിട്ട് നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയിൽ ആരെങ്കിലും വിളിച്ചിരുത്തിയാൽ മതി. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾക്കെല്ലാം തല ഉലുക്കി തരാൻ വേറെ ആളെ വിളിച്ചിരുത്തിയാൽ മതി. ഞാൻ വന്നിരിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ ബോധ്യം, എൻ്റെ പാർട്ടിയുടെ ബോധ്യം ഞാനിവിടെ പറയും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ.
വളരെ കൃത്യമായിട്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്യജീവികൾ ഇപ്പോൾ നമ്മുടെ ആളുകളുടെ ജീവൻ കവർന്നെടുത്തു എന്ന് പറയുന്നത് ദുഃഖകരമാണ്. അതുകൊണ്ട് മുഴുവൻ ജീവികളെയും പറഞ്ഞ രീതിയിൽ ആളുകൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞതിനെ മനസ്സിലാക്കുമോ അതോ വ്യത്യസ്തമാണോ? നേരത്തെ ലാലി തന്നെ പറഞ്ഞു ഒരു സംശയവും ഇല്ലാത്ത വിധമാണ് അവർ അതേക്കുറിച്ച് പറഞ്ഞു വെച്ചത്. അനിൽ ബോസ് പറഞ്ഞ രീതിയിലാകുമോ പ്രിയങ്ക ഗാന്ധിയുടെ ആ സ്റ്റേറ്റ്മെന്റിനെ ജനങ്ങൾ എടുക്കുക? ഒരു ലോയിൽ അമെൻമെന്റ് മൂവ് ചെയ്യാൻ ഞാൻ പ്രയത്നിക്കുമെന്ന് പറയുന്നതും ഞാൻ പല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു പറയുന്നത് രണ്ടാണ്. അത് നിയമം അറിയാവുന്നവർക്കറിയാം, പൊതുപ്രവർത്തനം നടത്തുന്നവർക്കറിയാം. അനിൽ ബോസിന് നന്നായിട്ട് അറിയാം. അനിൽ ബോസ് തല ഊരാനായിട്ട് ഓരോ കാര്യങ്ങൾ നടത്തുന്നതാണ്. പിന്നെ മണ്ടത്തരങ്ങൾ ഇവിടെ നിന്ന് പറയുന്ന മണ്ടത്തരങ്ങൾ കേൾക്കാൻ ഞാൻ ഇരിക്കുകയല്ല. ശരിയാ, KPCC സുധാകരൻ പറയുന്ന മരമണ്ടത്തരമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനും ഒരു സംശയമില്ല. മരമണ്ടത്തരം പൊട്ടത്തരം തന്നെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് 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 ഈ അവസ്ഥയിലേക്ക് തോന്നുന്നു. അല്ല, മരമണ്ടത്തരം പറയുന്ന സുധാകരൻ മരമണ്ടത്തരം എല്ലാ ദിവസവും പബ്ലിക്കായിട്ട് മണ്ടത്തരവും എല്ലാ ദിവസവും നമ്മൾ പറയുന്നതാണ് മണ്ടത്തരം. പൊട്ടത്തരം പറഞ്ഞ സുധാകരൻ പറയുന്നതല്ല പ്രശ്നം. പൊട്ടത്തരം പറഞ്ഞ സുധാകരൻ പറയുന്നതല്ല പ്രശ്നം. മണ്ടത്തരം പറഞ്ഞ സുധാകരൻ പറയുന്നതല്ല പ്രശ്നം. പൊട്ടത്തരവും മണ്ടത്തരവും പറയുന്നതല്ല പ്രശ്നം അല്ലേ? നിങ്ങൾ പൊട്ടത്തരവും മണ്ടത്തരവും സുധാകരൻ പറയുന്നതല്ല പ്രശ്നം അല്ലേ? നമ്മൾ പറയുന്ന പൊട്ടത്തരവും മണ്ടത്തരവും എല്ലാ ദിവസവും KPCC വിഡ്ഢിത്തരം പറഞ്ഞ ചോദ്യം പ്രധാനമന്ത്രിക്കെതിരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് നടത്തിയ ഒരു പത്രസമ്മേളനം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ലാലിന് കേൾക്കാമോ? കൺക്ലൂഡ് ചെയ്യാം. ആ തർക്കവും ബഹളവും ഒക്കെ അവിടെ മാറ്റിവെക്കാം. പ്രിയങ്ക പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറയുന്ന ആളല്ല. മനസ്സിലായി. അത് നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അദ്ദേഹം പറഞ്ഞോട്ടെ. അത് അദ്ദേഹം ഏത് ശൈലി വേണമെങ്കിലും സ്വീകരിക്കട്ടെ. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. വ്യക്തിപരമായി ആക്രമിച്ചാൽ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ആർക്കും സംശയമുണ്ടോ? ശരി ലാൽകുമാറിന്റെ ചീട്ട് വരുന്നില്ല. അതിനേക്കാൾ ശക്തമായി തിരിച്ചടിക്കും. ആയിക്കോട്ടെ, അദ്ദേഹം വേറെ ചോദ്യത്തിനാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. ലാലിന് അവസാനിപ്പിക്കാം. വേഗം ഇതാ ശക്തി. പോട്ടെ, വിട്. ഇതേക്കുറിച്ച് പറയും. നോക്കൂ, പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് മനുഷ്യരായിട്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് മനുഷ്യരായിട്ട് പെടലയ്ക്ക് മണ്ടയ്ക്ക് തലയുള്ള ആൾക്കാർക്ക്, അതിനകത്ത് ഈ തലച്ചോറുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അവരെന്താ പറഞ്ഞതെന്ന്. കോൺഗ്രസ്സുകാർക്ക് മാത്രമേ മനസ്സിലായിട്ടില്ലാത്തുള്ളൂ. അത് മനസ്സിലാകത്തുമില്ല. കാര്യം എന്നറിയോ? അവരെ പേടിയാ ഇവർക്ക്. അവരുടെ മുന്നിൽ പോയി നിൽക്കത്തില്ല ഇവര്. നടുവ് നൂർത്ത് നിർത്താനുള്ള ശക്തി കോൺഗ്രസ്സുകാരില്ല. അതാണ് കാര്യം. അത്തരമൊരു സാഹചര്യത്തിൽ മലയോര സ്നേഹം പറഞ്ഞ് ഈ ബഹളം അവസാനിപ്പിക്കുമ്പോൾ ഗൗരവമായ ചോദ്യം ഇതാണ്. ഈ കാലത്ത് മലയോര സ്നേഹം പറഞ്ഞ് UDF ജാഥ പ്രതിപക്ഷ നേതാവ് നയിക്കുമ്പോൾ കോൺഗ്രസിന്റെ സമുന്നതയായ നേതാവ് തന്നെ പറയുന്നു, കേരളത്തിന് ആശങ്കാജനകമായ, മലയോര ജനതയ്ക്ക് ആശങ്കാജനകമായിട്ടുള്ള ആ നിയമത്തിലെ കാലോചിതമായ ഭേദഗതി, പരിഷ്കാരം, അതിനുവേണ്ടി, ആ നിയമമാറ്റത്തിന് വേണ്ടി ആവില്ല സഭയിൽ നിലപാടെടുക്കുക എന്ന് അസന്നിഗ്ധമായി അവർ പ്രഖ്യാപിച്ചത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വെച്ചാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന മലയോര സംരക്ഷണ രാഷ്ട്രീയ യാത്രയുടെ ഉദ്ദേശം തന്നെ, ലക്ഷ്യം തന്നെ, അതിലൂടെ മുന്നോട്ട് വെക്കുന്ന അടവ് നയം തന്നെ പാളിപ്പോവുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി പ്രതിപക്ഷ നേതാവിന്. അതാണ് ഫലത്തിൽ ഇന്ന് സംഭവിച്ചത്. അവർ തന്നെ ഒരു ഇരുട്ടടി പോലെ ഏറ്റെടുക്കുന്ന, കേട്ടു നിൽക്കേണ്ടി വന്നതാണ് പ്രിയങ്കയുടെ ആ വാചകം, ആ വാക്യം, ആ നിലപാട്.